ചോദ്യം, ലക്ഷ്യം പോലെ മാർഗവും പരിശുദ്ധമാവേണ്ടേ? മീഡിയ വണിലെ പല പരിപാടികളും ധാർമ്മികതയ്ക്ക് നിരക്കുന്ന ഒന്നല്ലല്ലോ. അത് ഒന്നാമതായ ഒരു പരിപാടിയെ മുൻനിർത്തി വിചിന്തനം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത്, ഇസ്ലാമിന് അധികാരമില്ലാത്ത ഒരു സമൂഹത്തിൽ എല്ലാ ഇസ്ലാമിക നിയമങ്ങളും പാലിക്കാൻ കഴിയുകയില്ല എന്നത് ഇസ്ലാമിൻ്റെ തന്നെ ഒരു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തത്വമാണ്. ഇതിൽ നിന്നാണ് ന്യൂനപക്ഷ കർമ്മശാസ്ത്രമൊക്കെ രൂപപ്പെടുന്നത്. അപ്പോൾ അവിടെ ചെയ്യുക എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യത്തിൻ്റെ ഒരു തെറ്റായ കാര്യമായിരിക്കും, പക്ഷെ ആ തെറ്റായ കാര്യം ചെയ്യുന്നതിൻ്റെ ഗുണവും ദോഷവും, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൻ്റെയും ചെയ്യാതിരിക്കുന്നതിൻ്റെയും നന്മയും തിന്മയും കണക്കിലെടുത്തുകൊണ്ട് സമീപനം സ്വീകരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇത് നമ്മൾ മീഡിയ വൺ, മാധ്യമ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ സാമൂഹികമായ കാര്യങ്ങൾ മാത്രമല്ല നമ്മളിത് ചെയ്യുന്നത്. വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ നിലവിലുള്ള വിദ്യാഭ്യാസ ക്രമത്തിന് പലതരത്തിലുള്ള അനിസ്ലാമികതകളുണ്ട് എന്ന് വെച്ചിട്ട് സ്കൂളിൽ പോവേണ്ടതില്ല എന്നോ പഠിക്കേണ്ടതില്ല എന്നോ അതുവഴി ലഭിക്കുന്ന ജോലി സ്വീകരിക്കേണ്ടതില്ല എന്നോ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതില്ല എന്നോ നമ്മളാരും തീരുമാനിക്കുന്നില്ല. കാരണം അതൊരു സാമൂഹിക രാഷ്ട്രീയ ക്രമമാണ്. അതിൻ്റെ അകത്ത് സാധ്യമാകുന്ന മസ്തത്താഴത്വം, നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതാണ്. അതേപോലെ ഈ ഘടനക്കകത്തൊരു മാധ്യമ സ്ഥാപനം നടത്തുമ്പോൾ അത് നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് ഉള്ള ധാർമ്മിക മര്യാദകൾ മാത്രമേ പാലിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ രണ്ട് തെരഞ്ഞെടുപ്പാണ് ഉണ്ടാവുക. ഒന്ന് ഇത്തരമൊന്ന് നടത്താതിരിക്കുക, മറ്റൊന്ന് ഈ തെറ്റ് ചെയ്തുകൊണ്ട് ഇത് നടത്തുക. ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമാണ്. അപ്പോൾ അത് സ്വാഭാവികമായും ഇത് നടത്തുന്നത് കൊണ്ട് സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ഒക്കെയുള്ള ഗുണങ്ങളും നടത്താതിരിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളും ഒപ്പം ഈ തെറ്റിൻ്റെ ദോഷവും ഇതൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് എടുക്കേണ്ടുന്ന ഒരു നിലപാടാണത്. എങ്കിലും പരമാവധി സൂക്ഷ്മത പാലിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് ഇസ്ലാമിക പ്രസ്ഥാനം, അതിൻ്റെ നേതൃത്വം. അതിൽ സൂക്ഷ്മത പാലിക്കാൻ തന്നെയാണ് എപ്പോഴും ശ്രമിച്ചും ശ്രദ്ധിച്ചും പോന്നിട്ടുള്ളത്. പക്ഷെ മറ്റൊരു സാമൂഹികവും സാമ്പത്തികവുമായ ക്രമത്തിനകത്ത് ചില പരിമിതികൾ ഉണ്ടാവും. ആ പരിമിതികളെ അങ്ങനെ മനസ്സിലാക്കുക, അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ വ്യവസ്ഥക്കകത്ത് എന്ത് കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അത് ഓരോ വ്യക്തികളും നടത്തുന്ന കച്ചവട സ്ഥാപനങ്ങൾ, ഇതിലെല്ലാം ഇത്തരത്തിലുള്ള പരിമിതികൾ ഉണ്ടാവും. അതൊരു ഇസ്ലാമിക പ്രസ്ഥാനം നടത്തുന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അതാകുമ്പോൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുവാൻ സാധിക്കും. അതേസമയം നമ്മൾ വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെയും ഇത് വെച്ച് അനലൈസ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെയാണ് വേറെ ഒരു ഫിഖ്ഹ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്.